ഹായ് വെൽക്കം. റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്കിന്ന് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾക്ക് ഒരു എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് ആൻ എക്സ്പെരിമെന്റ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും, ഒത്തിരി എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ടാവും. എന്താണ് ഒരു എക്സ്പെരിമെന്റ്? In a vague sense, we can define an experiment as a process which produces well-defined outcomes. Okay, process which produces well-defined outcomes. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് well-defined outcomes? What is well-defined outcomes? Oxford Learners Dictionary says or defines well-defined means easy to see or understand. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിളിലോട്ട് പോകാം. ഹു ആം ഐ? അവിടെ നമ്മളൊരു പെന്നിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ പെൻ. പെന്നിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഇറ്റ്സ് യൂസിങ് ടു റൈറ്റ്. അതുപോലെ നമുക്ക് അതിൽ ഇങ്ക് ഉണ്ടാകും, അതിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇതൊരു പെന്നാണ് അല്ലെ? അതിന്റെ ഷേപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇറ്റ്സ് എ പെൻ. സി യു കൺസിഡർ ദ കളക്ഷൻ ഓഫ് ഹോൾ പെൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ പേനകളുടെയും ഒരു കളക്ഷൻ എടുക്കുക. ഇറ്റ് വിൽ ബി എ ബിഗ് സെറ്റ് അല്ലെ? Will this pen belongs to that set? ഈ പേന ആ സെറ്റിൽ ഉണ്ടാവോ? അതിലൊരു മെമ്പർ ആണോ? അല്ലേ, മെമ്പർ ആണ്. കാരണം നമുക്കറിയാം ഇതിന്റെ ഷേപ്പും ഇതിന്റെ പ്രോപ്പർട്ടീസും കണ്ട് നമുക്കറിയാം ഇറ്റ് ഈസ് എ പെൻ ആൻഡ് ദിസ് പെൻ ബിലോങ്സ് ടു ദ കളക്ഷൻ ഓഫ് ഹോൾ പെൻസ് ഇൻ ദ വേൾഡ്. സോ ദിസ് പെൻ ഈസ് ദിസ് പ്രോഡക്റ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് എക്സ്പെരിമെന്റിലോട്ട് പോകാം. റാൻഡം എക്സ്പെരിമെന്റ് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ് എന്ന് അറിയണമെന്ന് പറഞ്ഞു. നമ്മൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് കണ്ടു. ഇനി ഈ എക്സ്പെരിമെന്റിൽ നിന്നും എങ്ങനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് വന്നിരിക്കുന്നത് നോക്കാം. എക്സ്പെരിമെന്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു: ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് ആൻഡ് റാൻഡം എക്സ്പെരിമെന്റ്. ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റിന് ഒരേ ഒരു ഔട്ട്കം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ഔട്ട്കം നമുക്ക് അറിയണം, ആ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റണം. അത് ഉറപ്പായിട്ടും ആ ഔട്ട്കം ആണ് എന്ന് പറയാൻ കഴിയണം. അങ്ങനെയുള്ള അങ്ങനെയുള്ള എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. A deterministic experiment is an experiment in which only possible outcome which will be certain. ആ എക്സ്പെരിമെന്റിൽ ഒരേ ഒരു ഔട്ട്കം ഉണ്ടാകത്തുള്ളൂ, ആ ഔട്ട്കം ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. Making a cup of tea. That's an example for deterministic experiment. See, നമ്മളൊരു സ്റ്റീൽ പാത്രത്തില് കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അത് സ്റ്റവിൽ വെച്ച് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ചായപ്പൊടി പഞ്ചസാര ഇട്ടു. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ചായ കിട്ടി അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ചെയ്താലും നമുക്ക് കാപ്പി കിട്ടുമോ? ഇല്ല, നമുക്ക് ചായയെ കിട്ടത്തുള്ളൂ. സോ ഇറ്റ്സ് എ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ്. ഈ പ്രോസസ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായ മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് നേരത്തെ അറിയാം അല്ലെ? അത് ഉറപ്പായിട്ടും അറിയാം, അത് തന്നെ സംഭവിക്കത്തുള്ളൂ. സോ ദിസ് ഇസ് എ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ്. ഇതുപോലെ ഇഷ്ടംപോലെ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് നോക്കാം. റാൻഡം എക്സ്പെരിമെന്റിന് ഒരു എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് ആകണമെങ്കിൽ അതിന് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ആ എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് ആകത്തുള്ളൂ. ഫസ്റ്റ് പ്രോപ്പർട്ടി: the experiment should have more than one outcome. ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്: all these outcomes are known in advance. എല്ലാ ഔട്ട്കംസും, ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉള്ള എല്ലാ ഔട്ട്കംസും നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണെന്ന്. മൂന്നാമത്തത്: these outcomes cannot be predicted with certainty. അടുത്ത ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്ന ഔട്ട്കം ആണ് വരാൻ പോകുന്നത് എന്ന് ഉറപ്പായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയരുത്. നാലാമത്തത്: എക്സ്പെരിമെന്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ്. ഈ എക്സ്പെരിമെന്റ് എത്ര പ്രാവശ്യം വേണേലും സിമിലർ കണ്ടീഷൻസിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെരിമെന്റിനാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ 4 കണ്ടീഷൻസ് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കേ. അതായത് ഔട്ട്കം ഷുഡ് ഹാവ് മോർ ദാൻ വൺ ഔട്ട്കംസ്. Second condition: all these outcomes should be known in advance. Third one: what is third one? We should not be able to predict the
outcomes with certainty. And what's fourth one? We should be able to repeat this experiment any number of times under similar condition. നമുക്ക് ഈ റാൻഡം എക്സ്പെരിമെന്റിന് കുറച്ച് എക്സാമ്പിൾസ് കാണാം. സി അവിടെ നോക്കി ആരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്? രണ്ട് ടീമുണ്ട്. ഒന്ന് ചോട്ടാ ഭീമിന്റെ ടീമും ഒരെണ്ണം കാലിയാട് ടീമും. ആൻഡ് ഇപ്പുറം കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സി യു ക്യാൻ കൺസിഡർ എനി ഗെയിംസ്. ഏത് ഗെയിംസിന്റെയും ഏത് ഗെയിംസിനും എത്ര ഔട്ട്കംസ് ഉണ്ടായിരിക്കും? ഒരു ടീം തോക്കാം, ജയിക്കാം, അല്ലെങ്കിൽ ഡ്രോ ആകാം, അല്ലെ? തോൽവി ഉണ്ടാകും, ജയം ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്രോ ഉണ്ടാകും. ഈ മൂന്ന് കണ്ടീഷൻസ് മാത്രമാണ് ഒരു ഗെയിമിനുണ്ടാകത്തുള്ളൂ. തൽക്കാലം നമുക്ക് ഈ മഴമൂള് ഉപേക്ഷിക്കുന്ന കളികളൊക്കെ മാറ്റി നിർത്താം, നമുക്കത് വേണ്ട, ബാക്കിയുള്ളത് നോക്കാം. അപ്പം ഈ മൂന്ന് ഔട്ട്കംസ് ഇതിനുണ്ടാകത്തുള്ളൂ. അപ്പം ഈ എക്സ്പെരിമെന്റിന് ഒന്നിൽ കൂടുതൽ ഔട്ട്കം ആയി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തത് ജയം, തോൽവി, ഡ്രോ. അപ്പൊ ഈ മൂന്ന് ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. അത് ഏതൊക്കെ ഔട്ട്കംസ് ആണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനിയിപ്പം രണ്ട് ടീം ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ടീം എന്തെങ്കിലും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന ടീമേ ജയിക്കത്തുള്ളൂ? ഇവിടെ ചോട്ടാ ഭീമും കാലിയാണോ കളിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ചോട്ടാ ഭീമാണ് എന്തായാലും ജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ രണ്ട് ടീം ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ടീം ജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീമാണ് കൂടുതൽ ജയിക്കാൻ സാധ്യത, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അല്ലാതെ നമ്മുടെ ടീം തന്നെയാണ് ജയിക്കുന്നത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നാലാമത്തത് എനി ഗെയിം ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്, അല്ലേ? സോ ഓൾ ദീസ് ഗെയിംസ് ആർ റാൻഡം എക്സ്പെരിമെന്റ്സ്. പിന്നെ മറ്റത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റ് ആണ്. എന്താണത്? ടോസിങ് എ കോയിൻ, അല്ലേ? ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ട്? ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. സോ വി ഹാവ് ടു ഔട്ട്കംസ്. സോ മോർ ദാൻ വൺ ഔട്ട്കം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് വൺ, ഓൾ ദീസ് ഔട്ട്കം ഷുഡ് ബി നോൺ ഇൻ അഡ്വാൻസ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഔട്ട്കംസ് ഉണ്ട്? ഹെഡ് ആൻഡ് ടെയിൽ. അപ്പൊ നമുക്ക് രണ്ട് ഔട്ട്കം ആണുള്ളത്, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. തേർഡ് വൺ, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആണോ ടെയിൽ ആണോ വരുന്നത് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? ഇഫ് ഇറ്റ് അൺബയാസ്ഡ് കോയിൻ നമുക്കത് പറയാൻ കഴിയത്തില്ല, ഇല്ലേ? നാലാമത്തെ കണ്ടീഷൻ, we can toss a coin any number of times, so we can repeat the experiment any number of times. So നാലാമത്തെ condition satisfied. So tossing a coin is also an example for random experiment. ഇപ്പൊ നാലാമത്തെ പറ്റൊന്ന് എടുക്കുവാണെങ്കിൽ നമ്മളറിയാം ഈ ഡൈസ് നമ്മൾ റോൾ ചെയ്യുന്നത്, അത് നമ്മളെ ഈ കോണി ബാമ്പ് കളിക്കുമ്പോഴും അതുപോലെ മറ്റു പല ഗെയിംസിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ഇതിന് എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ആണുള്ളത്. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് 1, സെക്കൻഡ് 2, 3, 4, 5, 6 ഇങ്ങനെ 6 ഔട്ട്കംസ് ആണുള്ളത്. അപ്പം ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. റാൻഡം എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. ദെൻ ഈ 6 ഔട്ട്കംസ് ഏതൊക്കെയാന്ന് നമുക്ക് അറിയാം, അല്ലെ? 1 to 6 ആണത്. സോ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി നമ്മളിത് റോൾ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഫസ്റ്റ് തന്നെയാണ്, അല്ലെ നമ്മൾ ഫസ്റ്റ് എന്താ പറയാ ഒരു ഡോട്ട് മാത്രമേ അപ്പിയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ രണ്ട് ഡോട്ട്സ് അപ്പിയർ ചെയ്യും, അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. വി കനോട്ട് പ്രെഡിക്റ്റ് വിത്ത് സർട്ടനിറ്റി. ഗസ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലെ? സോ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. വി ക്യാൻ റോൾ എ ഡൈ ഇൻ എനി നമ്പർ ഓഫ് ടൈംസ്. സോ നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ബേസിക്സ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് ബേസിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കും. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് റാൻഡം എക്സ്പെരിമെന്റിൽ നിന്നും റാൻഡം വേരിയബിളിലോട്ട് പോകാം. താങ്ക് യു.